വലിയ വിവാദങ്ങൾക്കിടയിലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്താണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം? എന്ത് മാറ്റങ്ങളാണ് ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ വരാൻ പോകുന്നത് എന്ന കാര്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇനി ഗൂഗിൾ രവി തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ സുപ്രധാന നീക്കങ്ങളിലൊന്നായിരുന്നു വഖഫ് ഭേദഗതി ബിൽ. ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യമോ സ്വകാര്യമോ ആയ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളെയാണ് വഖഫ് എന്ന് വിളിക്കുന്നത്. 1954 വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു. വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിലും നിലവിൽ വന്നു. 1995 ഈ നിയമം റദ്ദാക്കി വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി. തുടർന്ന് 2013 കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം. ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ഭേദഗതി പ്രകാരം മാറ്റം വരുന്നത് 44 വകുപ്പുകളിലാണ്. എന്തൊക്കെയെന്ന് പരിശോധിക്കാം. വഖഫ് നിയമത്തിന്റെ സെക്ഷൻ 3I മാറ്റം വരുത്തും. ഈ സെക്ഷൻ പ്രകാരം വസ്തു വഖഫാക്കി മാറ്റാൻ വാക്കാലുള്ള ഉടമ്പടി മതി. എന്നാൽ ഭേദഗതി നിലവിൽ വന്നാൽ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ വഖഫിന് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കേ സ്വത്തുക്കൾ വഖഫാക്കി മാറ്റാൻ സാധിക്കുകയുമുള്ളൂ. ഏറ്റവും പ്രധാനം വഖഫ് ബോർഡുകളുടെ അധികാരപരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കപ്പെടും എന്നതാണ്. വഖഫ് ഭേദഗതി പ്രകാരം ഭൂമി വഖഫിൽപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിന് നഷ്ടമാകും. പകരം വസ്തുവിന്റെ സർവേ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർമാർക്കായിരിക്കും. നിലവിൽ ഭൂരിപക്ഷം വഖഫ് ബോർഡ് അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. എന്നാൽ പുതിയ ബില്ല് നിയമമാകുന്നതോടെ സർക്കാരിന് മുഴുവൻ അംഗങ്ങളെയും നോമിനേറ്റ് ചെയ്യാം. സമുദായം നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രൈബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം ഭരണത്തിലിരിക്കുന്നവരുടെ നിയന്ത്രണത്തിലേക്ക് മാറുമോ എന്ന ആശങ്ക മുസ്ലിം സംഘടനകൾക്കുണ്ടാകാനുള്ള കാരണവും മറ്റൊന്നല്ല.